സ്നേഹിതരെ, ഏവർക്കും സൺഡേ വേബ്സിലേക്ക് സ്വാഗതം. നമ്മിൽ പലരും സ്വപ്നങ്ങൾ കാണുന്നു, ഒരു സ്വന്തം ബിസിനസ്, ഒരു പുതിയ സംരംഭം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യ കടമ്പ കടക്കാത്തത് ഭയം കൊണ്ടാണ്. ഓരോ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ഭയം നമ്മെ തടയും. ഭ്രമങ്ങൾ നമ്മെ പിടിച്ചു കെട്ടും. പക്ഷേ നമ്മുടെ അതിജീവനത്തിനും വിജയത്തിനുമിടയിലുള്ള ഒരു കാര്യമാണ് ധൈര്യം. എന്നാൽ ഭയം എന്ന ഭീകരൻ നമ്മുടെ വിജയത്തിൻ്റെ വലിയ ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പലർക്കും ഒരു സംരംഭം തുടങ്ങാൻ മനസ്സുണ്ട്, വളരെ നല്ല ആശയമുണ്ട്, ആക്ഷൻ പ്ലാൻ ഉണ്ട്, സ്കില്ലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭയമാണ് ഒന്നും തുടങ്ങാതെ ഇരിക്കുന്നതിനുള്ള കാരണം. ഞാൻ തുടങ്ങുന്ന ബിസിനസ് പരാജയപ്പെട്ടാൽ എൻ്റെ പണം നഷ്ടമാകുമല്ലോ, എൻ്റെ കുടുംബം എന്നോട് സമാധാനത്തോടെ ജീവിക്കാൻ പറയുന്നുണ്ടല്ലോ, ഇവയെല്ലാം സ്വാഭാവികമായ ഭയങ്ങളാണ്. പക്ഷേ ജീവിതത്തിൽ വളരണമെങ്കിൽ ഇതെല്ലാം മറികടക്കേണ്ടതുണ്ട്. എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് സ്റ്റാർട്ട് സ്മോൾ, തിങ്ക് ബിഗ് ആൻഡ് ബിഗിൻ നൗ. പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഒരു പെർഫെക്റ്റ് കണ്ടീഷനാണ്. പൂർണ്ണമായ പദ്ധതി, മതിയായ തുക, വലിയ സപ്പോർട്ട്, ഇതൊക്കെയാണ് ഒരു സംരംഭകൻ്റെ ചിന്തകൾ. പക്ഷേ സത്യത്തിൽ പെർഫെക്റ്റ് ടൈം എന്നത് ഇല്ല. നിങ്ങൾ പോകേണ്ട വഴിക്ക് തുടക്കം കുറിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചെറിയ രീതിയിൽ തുടങ്ങൂ, പിഴവുകൾ വരട്ടെ, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അടങ്ങിപ്പോകാതെ മുന്നോട്ട് പോവുക. എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നിടത്താണ് പലതിനും ആരംഭം കുറിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ കാണുന്ന വിജയിച്ചവർക്കും ഭയമുണ്ടായിരുന്നു, പക്ഷേ അവർ തുടങ്ങിയിരുന്നു. മഹാന്മാരെ വിജയികളാക്കിയത് ധൈര്യമായിരുന്നു, ഭയമല്ല. അതിന് ചരിത്രം പറയാം. ഡിസ്നി ആദ്യത്തെ സ്റ്റുഡിയോ പൊളിഞ്ഞു പോയപ്പോൾ പോലും അദ്ദേഹം വഴിമാറിയില്ല. ജെ.കെ. റൗളിംഗ് എഴുത്ത് പകുതി പബ്ലിക്കേഷനിൽ നിന്നും തള്ളപ്പെട്ടിട്ടും അവർ നിർത്തിയില്ല. തൊഴിൽ നഷ്ടപ്പെട്ട ശേഷം തുടങ്ങി സീറോദ കണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫൈൻടെക് വിജയകഥ. അവർക്കും ഭയമുണ്ടായിരുന്നു, പക്ഷേ അവർ ധൈര്യപൂർവ്വം തുടങ്ങിയിരുന്നു. വിജയം ഭയത്തിന് മുമ്പിലല്ല, ഭയത്തിന് പിന്നിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭയങ്ങൾ അത്ര വലിയവയല്ല, അവയെ നമുക്ക് വലിയതാക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒറ്റ സിമ്പിൾ ചൂടാണ് പുറത്തിറങ്ങുക. ഉള്ളിലെ എൻ്റർപ്രണറിനെ വിശ്വസിക്കുക എന്നത് മാത്രമാണ് സാന്ദർഭികമായി പറയാനുള്ളത്. സക്സസ് ഡസൻ കം ടു ദോസ് ഹൂ വെയിറ്റ് ഫോർ ദാറ്റ്, ഇറ്റ് കംസ് ടു ദോസ് ഹൂ ഡയർ. വിജയം എന്നത് കാത്തിരിപ്പുള്ളവരിലേക്കല്ല എത്തുന്നത്, അതിന് ധൈര്യത്തോടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരാണ് വിജയിക്കുന്നത്. നമ്മൾ പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഭയക്കാതെ മുന്നോട്ട് പോകുന്നവരുടെ കാലം നാം ഇപ്പോൾ ദൈനംദിനമായി കിടിലൻ ആശയങ്ങൾ കാണുന്നവരാണ്. സ്റ്റാർട്ടപ്സ് എല്ലാം നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നു. ഒരാൾക്ക് മാത്രം വേണ്ട പ്ലാൻ ആയിരിക്കും. അതിന് നമ്മുടെ ശ്രമം കൂടിയാവുമ്പോൾ അത് തന്നെ നമ്മുടെ എംപയർ ആകും എന്നത് ഒരു സത്യമാണ്. നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും ഉണർവുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ധൈര്യം മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്ക് തുടക്കമായേക്കാം. അങ്ങനെ നിങ്ങൾ ബിസിനസ് തുടങ്ങി വളരുമ്പോൾ നിങ്ങളെ നിരീക്ഷിക്കുന്നവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകും. നിങ്ങളുടെ ശ്രമം മറ്റുള്ളവർക്ക് പാഠമാകും. നമ്മുടെ റിസൾട്ട് അവരുടെ ആത്മവിശ്വാസമാകും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഭയത്തെ പൊട്ടിച്ചെറിഞ്ഞ് വിശ്വസിച്ച് ചുവട് വയ്ക്കൂ സ്നേഹിതരെ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ലോകമല്ല, അത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. ഇന്ന് തന്നെ ആ ഭയത്തെ നോക്കി പറയൂ, നിനക്കെന്നെ തടയാൻ കഴിയില്ല, ഞാൻ തുടങ്ങുന്നുവെന്ന്. ചെറിയ തുടക്കങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ചെറിയ ധൈര്യങ്ങൾ വലിയ ഉത്സാഹമാകും. ചെറിയ ശ്രമങ്ങൾ തീർച്ചയായും വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. അതിനാൽ ഇന്ന് തന്നെ തുടങ്ങൂ നിങ്ങളുടെ വിജയകഥ. ഇനി ലോകം പറയട്ടെ നിങ്ങളെക്കുറിച്ച്. നന്ദി, നമസ്കാരം.